Welcome to the Kerala construction community. Design and build. ഒരിക്കലും ഇല്ല. കാരണം അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ പറയല്ലോ, ഇപ്പോൾ നമ്മൾ ഈ കാർ, ഇപ്പോൾ മാരുതിയുടെ കാറും വോക്സ്വാഗന്റെ കാറും തമ്മിലൊക്കെ ഒരുപാട് വ്യത്യാസമുണ്ട്. അത് ആൾക്കാർ എന്തുകൊണ്ട് ചൂസ് ചെയ്യണം എന്നുള്ളതല്ല, അത് ഓരോരുത്തരും ഇഷ്ടമാണ്. കാരണം ചിലർക്ക് കംഫർട്ട് ആയിരിക്കും, ചിലർക്ക് കോസ്റ്റ് ആയിരിക്കും, ചിലർക്ക് എന്താ പറയുക ആഡംബരമായിരിക്കാം. പക്ഷേ എന്തൊക്കെ തന്നെ നമുക്ക് യൂസ് ചെയ്യാനുള്ള കംഫർട്ടും അതിൻ്റെ എഫിഷ്യൻസിയും അതിൻ്റെ ലൈഫുമാണ് നമ്മൾ എന്തിനും ചൂസ് ചെയ്യേണ്ടത്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ നിങ്ങളുടെ ഈ സ്ട്രെച്ചർ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട കേസാണ്. ക്വാളിറ്റി കംസ് വിത്ത് പ്രൈസ്. അതാണല്ലോ, ക്വാളിറ്റി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ പ്രൈസ് എന്ന സംഭവം ഉണ്ട്. കാരണം ഞങ്ങളിത് പ്രൊജക്ട് ചെയ്തതിന് ഓടി പോവുമല്ല. നിങ്ങൾക്ക് എന്ത് ആവശ്യം വന്നാലും ഞങ്ങളിത് സർവീസ് ചെയ്യാൻ പറ്റും. തീർച്ചയായും ഞങ്ങളുടെ ടീം നിങ്ങൾ എപ്പോഴും സപ്പോർട്ടിലുണ്ടാവും. അപ്പോൾ അതിനൊരു കോസ്റ്റ് ഉണ്ട്, അത് ഫ്രീ അല്ല. അതുകൊണ്ടാണ് നമ്മൾ പ്രൈസ് മാത്രം നോക്കി പ്രൊഡക്റ്റ് ചെയ്യരുത്. പ്രൈസ് വളരെ ചീപ്പായി ഓപ്പറേറ്റ് ഒത്തിരി പേരുണ്ട്. അപ്പോൾ അതിൻ്റെ തന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്വാളിറ്റി കോംപ്രമൈസ് ചെയ്യാണ്ട് പ്രൈസ് കുറയ്ക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഞങ്ങൾ അതിന് എതിരാണ്. ഞങ്ങൾ ക്വാളിറ്റി പ്രൊജക്റ്റ് ചെയ്യത്തുള്ളൂ. കസ്റ്റമറിന് ഈ പറഞ്ഞ പോലെ പ്രോഡക്റ്റിന്റെ റേറ്റ് അല്ല മെയിനായിട്ട്, അതായത് സിസ്റ്റം ഇൻസ്റ്റാളേഷൻ വരുന്ന കോസ്റ്റിലും കണ്ടമാനം കോംപ്രമൈസ് കൊണ്ട് എങ്ങനെയെങ്കിലും കസ്റ്റമറെ തലയ്ക്ക് വെച്ചുകൊടുക്കാൻ ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നാള് ഞാനൊരു സൈറ്റിൽ ഇതുപോലെ അത് ഇതിനെ ഡിപ്പെൻഡ് ചെയ്തല്ല, ഞാൻ വേറൊരു പ്രൊജക്ട് ഇത് ചെയ്യാൻ പോയതാണ്. അപ്പോൾ അവിടെ ചില MEP ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അതൊന്ന് കവർ ചെയ്യാൻ പോയപ്പോൾ അവിടെ കാണാൻ വെച്ചാൽ സാധാരണ ഡ്രസ്സിന്റെ ഷീറ്റിന്റെ മുകളിൽ വെറുതെ പാനൽ വെച്ച് കൊടുത്തേക്കാം. പക്ഷെ അതൊക്കെ എന്ന് വെച്ചാൽ പിന്നീട് ഇൻ ഫ്യൂച്ചറിൽ ഒരു കാരണവശാലും അതൊരു മെയിൻ്റെനൻസ് അപ്ലിക്കബിൾ അല്ല. അവിടെ വേറെ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ കോസ്റ്റ് കുറയ്ക്കാൻ വേണ്ടി അങ്ങനെ ചെയ്തു പോകാം. ഷീറ്റിന്റെ മുകളിൽ നമുക്ക് ജസ്റ്റ് ഒരു ക്ലാഡിങ് കൊടുത്ത് ചെയ്തു പോകാം. അവിടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാനലടിയിലൂടെ എയർ പാസേജ് കുറയുമ്പോൾ പാനൽ ലൈഫ് കുറയും, ഹീറ്റ് കൂടും. അപ്പോൾ അത് ഒരിക്കലും ചെയ്യരുത്. നമുക്കൊരു 2 ഫീറ്റെങ്കിലും ഹൈറ്റ് കൊടുത്തേ പാനൽ ഇൻസ്റ്റാൾ ചെയ്യാൻ പാടുള്ളൂ. എയർ പാസേജ് ഉണ്ടാവണം. എയർ പാസേജ് ഉണ്ടായാൽ മാത്രമേ പാനൽ ലൈഫ് ഉണ്ടാവത്തുള്ളൂ, വാറണ്ടി കിട്ടത്തുള്ളൂ. അപ്പോൾ കോസ്റ്റ് കുറയ്ക്കാൻ ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട്, നമ്മൾ അതിൻ്റെ കൂടെ പോകുന്നത്. അതെ, അത് എന്താണെന്ന് വെച്ചാൽ നമ്മളെ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ഇതിലൊരു ഡെഡിക്കേറ്റഡ് ആയിട്ട് ഒരു ഇൻഫർമേഷൻ കൊടുക്കാനായിട്ട് വളരെ ചുരുക്കം ആൾക്കാരുള്ളൂ. കാരണം വെച്ചാൽ എവിടെയും ഇപ്പൊ ഈ നാട്ടിലെന്താന്ന് സംഭവിച്ചു കഴിഞ്ഞാൽ കണ്ടമാനം വ്ളോഗേഴ്സ് ഉണ്ട്, അവര് കൊടുക്കണു. അതുകൂടാണ്ട് കണ്ടമാനം പ്രോഡക്റ്റുകൾ വരുന്നുണ്ട്. ആ ഓരോന്നിന്റെ ഈ മാർക്കറ്റിംഗ് വീഡിയോയില് ഇങ്ങനത്തെ ടെക്നിക്കൽ ഇംപ്ലിമെന്റേഷൻസ് വളരെ കുറവാണ്. അതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു ഡിഫോൾട്ട് വരുന്നത്. ഞാൻ കണ്ടിരിക്കുന്നത് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് അവരെ വീട്ടിൽ വെക്കും, എന്നിട്ട് ആ കമ്പനി പ്രൊമോട്ട് ചെയ്യും. അപ്പോൾ അതൊരു ഫ്രീ ആയിട്ട് മിക്കപ്പോഴും ഈ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസിന്റെ വീട്ടിൽ ഫ്രീ ആയിട്ടായിരിക്കും പ്ലാൻ വെച്ച് കൊടുക്കുന്നത് മാർക്കറ്റിംഗിന് വേണ്ടിയിട്ട്. അതായിരിക്കും അവർ ചെയ്യുന്ന കോസ്റ്റിംഗ്. പക്ഷെ അതുകൊണ്ട് മാത്രം നമുക്ക് നല്ല പ്രൊഡക്റ്റ് ഉണ്ടാവണം ഒരിക്കലും. ഞങ്ങൾ എപ്പോഴും കസ്റ്റമേഴ്സിന്റെ അടുത്താണെങ്കിലും നമ്മൾ അറിയാവുന്നവരുടെ അടുത്താണെങ്കിലും ടെക്നിക്കലി സംസാരിക്കുമ്പോൾ ഞങ്ങൾ പറയാറുണ്ട്, നിങ്ങളൊരു പ്രൊജക്ട് ചെയ്യുന്നതിന് മുമ്പ് ഒരു 100 പ്രാവശ്യം പലരെ കൺസൾട്ട് ചെയ്ത് കൃത്യമായിട്ട് ഇൻഫർമേഷൻ എടുത്തിട്ട് പ്രൊജക്ട് ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ചതിക്കപ്പെടാണ്ടിരിക്കും. ഇതിന്റെ അകത്ത് ചെറിയ കമ്പോണൻസ് എപ്പോഴുള്ള പ്രശ്നം അവർക്ക് ഇതിനെക്കുറിച്ച് പരിപൂർണ്ണ അവയർനെസ് കിട്ടുന്നില്ല. അവർ നോക്കുമ്പോൾ പ്രോഡക്റ്റ് അല്ലെങ്കിൽ അതിന്റെ പാനലിന്റെ ബ്രാൻഡ് അല്ലെങ്കിൽ അങ്ങനെ. പക്ഷെ ഇതിൽ വരുന്ന കുറച്ച് സംഭവങ്ങൾ അവർ ശ്രദ്ധിക്കുന്നില്ല. അതായത് എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പൊ ഈ പറഞ്ഞ സ്ട്രെച്ചറിന്റെ സംഭവം, അപ്പൊ അതിന്റെ ആഫ്റ്റർ യൂസ് മെയിൻ്റെനൻസ് ഇവരാരും ശ്രദ്ധിക്കുന്നില്ല. അതിൽ കോംപ്രമൈസ് ചെയ്യുമ്പോൾ മിനിമം നമുക്കൊരു 10,000 to 25,000 30,000 റിഡ്യൂസ് ആകും. പക്ഷെ ഈ റിഡ്യൂസ്മെന്റ് ഇവരുടെ ഈ എൻറ്റയർ സിസ്റ്റത്തിന്റെ ആവശ്യനെ ബാധിക്കാൻ. കാരണം 2 years ഒക്കെ വരെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. 2 years കഴിയുമ്പോഴത്തേക്ക് ഹീറ്റ് കൊണ്ടും ഈ പറഞ്ഞ ടെമ്പറേച്ചർ ഇഷ്യൂസ് വന്നു തുടങ്ങും. ഡെഫിനറ്റ്ലി അന്നേരം പിന്നെ ചിലപ്പോൾ ഈ കമ്പനി ഉണ്ടാവുന്നുണ്ടാവും. അതെ, അതന്നെ, അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം. കാരണം വെച്ചാൽ നമ്മൾ ഒരു ഇടക്കാലത്ത് കണ്ടിട്ടുണ്ടല്ലോ, നമ്മുടെ നാട്ടിലെന്ന് വെച്ചാൽ കണ്ടമാനം ബിൽഡേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ ഈ പറഞ്ഞ സംഭവം. അപ്പൊ അതിൽ ഇവര് ചെയ്തേക്കണ വർക്കുകൾ എങ്ങനെയെന്ന് ആരും കമ്പയർ ചെയ്യാറില്ല. അവര് ഇപ്പൊ ഈ സോഷ്യൽ മീഡിയ ട്രെൻഡ് എന്ന് പറഞ്ഞാൽ റേറ്റ് കുറയണ എവിടെയോ അവിടെയാണ് ആൾക്കാരെന്നുള്ളത്. പക്ഷെ അതൊരിക്കലും അപ്ലിക്കബിൾ അല്ല. റേറ്റ് കുറയേണ്ടടുത്ത് നമ്മൾ റേറ്റ് കുറയ്ക്കണമെങ്കിൽ ക്വാളിറ്റി കോംപ്രമൈസ് റേറ്റ് കുറയ്ക്കാൻ പറ്റത്തില്ല. റേറ്റ് കുറച്ച് നമുക്ക് ചെയ്യാൻ ഞങ്ങൾ തയ്യാറുമല്ല. കാരണം ഞങ്ങൾക്ക് റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ഞങ്ങൾ നിങ്ങളെ നിന്ന് കാശ് മേടിച്ച് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് ഒരു മിനിമം റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അതുകൊണ്ട് ഞങ്ങൾ പറയാറുണ്ട്, റേറ്റ് നമ്മുടെ റേറ്റ് കൂടുന്നല്ല പറയുന്നത്, നോർമൽ റേറ്റിന്റെ പുറത്താണ് എല്ലാവരും ബിസിനസ് ചെയ്യണമെങ്കിൽ. അതിൻ്റെ അത് നമ്മളിപ്പോൾ ഈ ഇന്ത്യയിൽ GST വന്നതിന് ശേഷം ഓൾമോസ്റ്റ് എല്ലാ പ്രോഡക്റ്റും ഇന്ത്യയിൽ എല്ലാ സ്ഥലത്തും ഒരേ റേറ്റ് തന്നെയാണ്. അതിൽ ഡിസ്ട്രിബ്യൂട്ടറിന്റെ ഈ ഡിസ്കൗണ്ട് സ്ട്രക്ചറിന്റെ റേറ്റിംഗിലെ വ്യത്യാസത്തിലാണ് കുറച്ച് എമൗണ്ട് കൂടുതലും കുറവ് വരുന്നത്. അല്ലാതെ ഈ സെയിം പ്രോഡക്റ്റ് ഒരു സ്ഥലത്ത് വേറെ റേറ്റ് മറ്റൊരു സ്ഥലത്ത് വേറെ റേറ്റ് ഒരിക്കലും അപ്ലിക്കബിൾ അല്ല. അത് എത്ര പറഞ്ഞാലും നമ്മുടെ നാട്ടിലെ ആൾക്കാർക്ക് മനസ്സിലായി പോകുന്നേ ഉള്ളൂ. അതാണ് അതിന്റെ പ്രശ്നം വരുന്നത്. അപ്പോൾ ഞാനൊരു കാര്യം ചെയ്യില്ല, നമ്മൾ മെയിൻലി ഒരു വീടുകളെ സംബന്ധിച്ചിടത്തോളം ഹൈബ്രിഡ് സിസ്റ്റം അത് നമുക്ക് എത്ര കിലോവാട്ട് ആയിരിക്കും അപ്ലിക്കബിൾ എന്ന് പറയുന്നത്? ഹൈബ്രിഡ് നമ്മൾ ഇപ്പൊ പുതിയ അമെൻമെന്റ് തന്നെ അനുസരിച്ചാണെന്നുണ്ടെങ്കിൽ എബൌട്ട് 10 കിലോവാട്ട് വെച്ചാൽ തൊട്ട് 5% ഓഫ് ബാറ്ററി വെക്കണമെന്നാണ് പുതിയ അമെൻമെന്റ്. അതായത് 10 കിലോവാട്ടിന് മുകളിലേക്ക് വന്നാൽ മാത്രമേ നമ്മൾ ഹൈബ്രിഡിൽ പോകേണ്ട ആവശ്യം. പ്രസന്റ് അമെൻമെന്റ് അങ്ങനെയാണ്. ഹൈക്കോടതി സ്റ്റേ ചെയ്തേക്കുവാണ്. അതിന്റെ ആവശ്യം അതിന്റെ ഡിസ്കഷൻ നടക്കുന്നേ ഉള്ളൂ. അങ്ങനെയാണ് നമ്മുടെ KCRCയുടെ അമെൻമെന്റ് വന്നിരുന്നത്. പക്ഷെ അത് ഹൈക്കോടതി ഇപ്പൊ സ്റ്റേ ചെയ്തിട്ടുണ്ട്. കേരള ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി അതോറിറ്റിയുടെ ഇത് മാത്രം അമെൻമെന്റ് വന്നത്.
അപ്പോൾ അത് ഹൈക്കോടതി സ്റ്റേ ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ അതിനെക്കുറിച്ച് കൂടുതൽ പഠിച്ചിട്ട് വേണം അതിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഹൈക്കോടതി സ്റ്റേ ചെയ്തിരിക്കുകയാണ്. ജാനുവരി 14 വരെ എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്ന സ്റ്റേ എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നു. ഓക്കെ. അപ്പോൾ പ്രസന്റ് കണ്ടീഷനിൽ നമുക്ക് ഒരു റെഗുലേഷനും ഇല്ല. എന്തായിരുന്നു പഴയ റെഗുലേഷൻ അതിലെ ചെയ്തുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ. പുതിയ റെഗുലേഷൻ വന്നെ വരുവാണെങ്കിൽ തന്നെ റെസിഡൻഷ്യൽ പ്രോജക്റ്റിന് 10 കിലോവാട്ടിന് മുകളിലോട്ട് നമുക്ക് ഹൈബ്രിഡ് ചെയ്താൽ മതി. കൊമേഴ്ഷ്യൽ പ്രോജക്റ്റിൽ 25 കിലോവാട്ടിന് മുകളിലോട്ട് നമുക്ക് ഹൈബ്രിഡ് ചെയ്താൽ മതി. ഇതാണ് പുതിയ അമെൻമെന്റ് വരാൻ പോകുന്നത്. പക്ഷെ വരൂ എന്നുള്ളത് ആഫ്റ്റർ ദ കോടതിയുടെ ഇടപെടലിന് ശേഷം. അപ്പം ഞാനൊരു കാര്യം ചോദിച്ചു, നമ്മൾ ഈ ഹൈബ്രിഡ് സിസ്റ്റം നമ്മളിപ്പോൾ ഒരു 5 കിലോവാട്ടിൻ്റെ മുകളിലേക്കുള്ള ചെയ്തു, അതായത് ആവറേജ് 7.5 കിലോവാട്ട്. അത് ഈ കസ്റ്റമേഴ്സ് സംബന്ധിച്ചിടത്തോളം എങ്ങനെയായിരിക്കും റിട്ടേണബിൾ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ? ഹൈബ്രിഡ് ചെയ്യുമ്പോൾ എപ്പോഴും കോസ്റ്റ് ഇച്ചിരി കൂടുതലായിരിക്കും. അതെ, അതറിയാലോ. കാരണം ബാറ്ററി പാക്കും കാര്യങ്ങളും ചെറിയ കൂടുതലല്ല, ഒരു ഓൾമോസ്റ്റ് ഒരു 40% കൂടുതൽ ഒരു കോസ്റ്റ്. അതെ, അതായത് നമ്മൾ ജനറലി ചെയ്യുന്ന ഓൺ ഗ്രിഡിൽ നിന്നും 40%ഓളം കോസ്റ്റ് ഹൈബ്രിഡ് ആയിട്ട് വരും. ഹൈബ്രിഡ് വരും. അല്ലാതെ ബാറ്ററി ഇൻവേർട്ടേഴ്സ് ഡിഫറെൻ്റ് ആണ്, അതുകൊണ്ട് കോസ്റ്റ് കൂടും. അപ്പോൾ നോർമലി നമ്മളൊരു 5 വർഷം കൊണ്ട് കിട്ടുന്ന റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ഒരു പ്രൊജക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് 8 വർഷം കൊടുക്കും. അതായത് 3 ഇയറും കൂടെ വരും മാത്രം. ഇപ്പോൾ ഈ 3 ഇയറിന്റെ ഡിഫറൻഷിയേഷൻ വരാന്ന് പറഞ്ഞാലും അവരെ സംബന്ധിച്ച് ബാറ്ററിയുടെ ലൈഫ് നമുക്ക് എങ്ങനെയാണ് മോർ ദാൻ 8 ഇയർ പറയാലോ? 10 ഇയർ വാറണ്ടി ഉണ്ട്. 10 ഇയർ വാറണ്ടി ഉണ്ട്. ഓക്കെ. ലൈഫ് എന്ന് പറഞ്ഞാൽ 20 ഇയേഴ്സ് ആണ്. ഇനിയിപ്പോൾ ഞാനൊരു സംശയം കേട്ടോ, ഇപ്പോൾ എല്ലാവർക്കും ഉള്ളൊരു സംശയമാണ് ഈ ലിഥിയം ബാറ്ററീസ്. അത് ഈ വീടുകളിൽ എത്ര കണ്ട് സേഫ്റ്റി അഷുറൻസ് ആണെന്ന് ചോദ്യമുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന കൂടുതലും ലിഥിയം ഫോസ്ഫേറ്റ് ബാറ്ററി ആണോ? അതായത് ഫയർ റിട്ടാർഡന്റ് ഫ്രീ ആണ്. അതായത് തീ പിടിക്കാൻ യാതൊരു ഫോസ്ഫേറ്റ് വന്നിരിക്കുന്നത്. കാരണം അതാണ് ഇത് ഫയർ റിട്ടാർഡന്റ് ആണ് സംഭവം. പിന്നെ ഇത് നമ്മൾ ഒരിക്കലും വീടിന്റെ അകത്തല്ല സ്ഥാപിക്കുന്നത്, വീടിന്റെ പുറത്ത് തന്നെയാണ് സ്ഥാപിക്കുന്നത്. അങ്ങനെ ഇഷ്യൂ ഉണ്ടായാലും നമുക്ക് അങ്ങനെ ഇതൊരു ഫയർ നമുക്കൊരു ഇഷ്യൂ ഉണ്ടായിട്ടില്ലാത്തവരെ ഇതങ്ങനെ ഒരു ഫയർ അല്ലെങ്കിൽ ചൂടാവുന്ന ഒരു പ്രോസസ്സിലൂടെ അല്ല ഇതിൻ്റെ അകത്ത് നടക്കുന്നത്. കാരണം ഇതൊരു UPS സിസ്റ്റം ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഇൻവെർട്ടർ പോലെ അല്ല, ശരിക്കും നമുക്ക് വീട്ടിൽ കറണ്ട് പോകുന്ന സിസ്റ്റം അറിയില്ല. UPS ആയിട്ട് തന്നെ വർക്ക് ചെയ്യുന്നത്. സെയിം പർപ്പസ് നടക്കുന്നത്. നമുക്ക് മിനിമം 42 വാട്ട്സ് 100 Hന്റെ ബാറ്ററിയാണ് വരുന്നത്. അതിന്റെ മൾട്ടിപ്പിൾ സ്റ്റാക്കിംഗ് ആണ് ഒരു വീട്ടിലേക്ക്. മൾട്ടിപ്പിൾ യൂണിറ്റ്സ് ആണ് നമ്മൾ കിലോവാട്ട് റേറ്റിംഗ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ ഇതിന്റെ എഫിഷ്യൻസി നമ്മൾ അതായത് KSEBിൽ കൊടുക്കുമ്പോൾ ഉണ്ടാവുന്ന എഫിഷ്യൻസി നമുക്ക് വല്ല വ്യത്യാസം വരുന്നുണ്ട് ഹൈബ്രിഡിൽ? ഇത് ഹൈബ്രിഡിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് പ്രയോറിറ്റി ചാർജിങ് ഫോർ ദ ബാറ്ററി ആണ്. ഓക്കെ. സെക്കൻഡ് പ്രയോറിറ്റി പവർ ഇൻ ദ ഹൗസ്. തേർഡ് പ്രയോറിറ്റി ആണ് സെൻഡിങ് ടു KSEB ഓൺ ഗ്രിഡ് ആവുന്നത്. അപ്പോൾ സിസ്റ്റം ഓൺ ആകുമ്പോൾ തന്നെ ബാറ്ററി ഫുൾ ചാർജ് ചെയ്യും. അത് ബാറ്ററി ഫില്ലായി കഴിയുമ്പോൾ വീട്ടിലേക്ക് എടുക്കും. ബാക്കി അത് വീട്ടിലെ യൂസ് എല്ലാം കഴിഞ്ഞുള്ള ബാക്കി മാത്രമേ KSEBിലേക്ക് പോകും. ഓക്കെ. അപ്പോൾ ഇന്ന എഫക്റ്റില് എഫിഷ്യൻസി വൈസ് ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. നമുക്കൊരു ബാക്കപ്പ് സിസ്റ്റം എക്സ്ട്രാ കിട്ടുന്നതാണ് മെയിൻ. അതായത് നമ്മൾ KSEB ബില്ല് റെഡ്യൂസ് ചെയ്യാന്നുള്ള കണ്ടീഷൻ ആണെങ്കിൽ അങ്ങനെ കിട്ടും, അത് കിട്ടും. പക്ഷേ KSEB ബില്ല് റെഡ്യൂസ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് മൾട്ടിപ്പിൾ യൂസ് ആകുമ്പോൾ അത് ആ വഴി റെഡ്യൂസ് ആവുന്നു മാത്രം. പിന്നെ വേറെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്കറിയാം TOD മീറ്റർ സിസ്റ്റം ആക്കിയിട്ടുണ്ട്. അപ്പോൾ TOD എന്ന് പറഞ്ഞാൽ ടൈം അനുസരിച്ച് നമുക്ക് ബില്ല് എന്നുള്ളതാണ് TOD. എൻ്റെ മലയാളത്തിൽ പറഞ്ഞോളൂ. അപ്പോൾ രാത്രി ഫ്രം 6 to രാവിലെ ഒരു രാത്രി ഫ്രം 6 to രാത്രി 12 മണി വരെ അവർ പീക്ക് അവേഴ്സായിട്ട് കണക്ക് കൂട്ടുന്നത്. 10 മണി വരെ പീക്ക് അവേഴ്സായിട്ട് കണക്ക് കൂട്ടുന്നത്. 6 to 10 ആണ് കണക്ക് കൂട്ടുന്നത്. അപ്പോൾ ആ സമയത്ത് വേണമെങ്കിൽ നമുക്ക് ഇതിനെ വർക്ക് ചെയ്യിപ്പിക്കാൻ പ്രോഗ്രാം ചെയ്ത് വെക്കാം. ഹൈബ്രിഡിൽ നിന്ന് ബാറ്ററി എടുത്ത് ബേസിക് ആയിട്ടുള്ള എല്ലാം വർക്ക് ചെയ്യുമ്പോൾ തന്നെ പ്രോഗ്രാം ചെയ്യാം. ഒരു ഓപ്ഷൻ ഉണ്ട്. ഓക്കെ. അപ്പോൾ വേണമെങ്കിൽ അങ്ങനെ ഒരു സിസ്റ്റം ഇതിനകത്ത് കൊണ്ടുവയ്ക്കാൻ എക്സ്ട്രാ ചെയ്യാമെന്ന് മാത്രം. നമുക്ക് ബില്ല് എപ്പോഴും ഈ പറഞ്ഞ പോലെ 0 5 കിലോവാട്ട് സിസ്റ്റം ചെയ്താൽ 5 കിലോവാട്ട് ഫുൾ എഫിഷ്യൻസി കിട്ടുകയും ചെയ്യും. പ്ലസ് ഈ പറഞ്ഞ പോലെ ബാക്കപ്പ് കിട്ടും. പ്ലസ് നമുക്ക് ഇങ്ങനെ ഒരു ടൈമിംഗ് കൂടി നമുക്കിത് പ്രോഗ്രാം ചെയ്യാൻ പറ്റും. ഓക്കെ. ഞാനൊരു സംശയം, നമ്മളിപ്പോൾ ഇതിൽ മിക്കവാറും ആൾക്കാർ ചോദിക്കുന്ന ചോദ്യമാണ് ഈ AC യൂണിറ്റുകൾ അത് ഹൈബ്രിഡ് സിസ്റ്റത്തിന് അപ്ലിക്കബിൾ ആണോ എന്നുള്ളത്. അപ്ലിക്കബിൾ ആണ്, പക്ഷേ ബാക്കപ്പ് ഒത്തിരി കൂട്ടേണ്ടത്. അതെ. 42 വാട്ട് സിംഗിൾ സെല്ല് വെച്ച് കഴിഞ്ഞാൽ AC വർക്ക് ചെയ്യത്തില്ല. അല്ല, നമ്മൾ 42 വാട്ട്സിൻ്റെ 3 സെല്ല് വെച്ച് കഴിഞ്ഞാൽ മാത്രമേ AC സപ്പോർട്ട് ചെയ്തുള്ളൂ. അതായത് വർക്ക് ചെയ്യും ഇല്ലാന്നല്ല പറഞ്ഞത്. നമുക്ക് AC വർക്ക് ചെയ്യുമ്പോൾ ഒരു അരമണിക്കൂർ വർക്ക് ചെയ്താൽ പോരല്ലോ. ഇതിൻ്റെ അകത്ത് ബേസിക്കലി നമുക്ക് 6 മണിക്കൂറും ബാക്കപ്പ് കിട്ടും. നമുക്ക് മിനിമം ഒരു 3 മണിക്കൂറിലും AC വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബാറ്ററി ബാക്കപ്പ് നമ്മൾ കൂട്ടണം. ഓക്കെ. സിസ്റ്റം വർക്ക് ചെയ്യും, പക്ഷേ ബാക്കപ്പ് കൂട്ടാണ്ട് നമുക്ക്. ഇപ്പോൾ എൽദോജി ഇപ്പോൾ ഓൾറെഡി EV യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മളൊരു വീടുകളിൽ ഇപ്പോൾ കൂടുതലും EV എടുക്കുന്ന ആൾക്കാരാണ് കൂടുതലും സോളാർ ഇംപ്ലിമെന്റേഷനിലേക്ക് ചിന്തിക്കുക. അപ്പോൾ ഈ EV നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന സ്ഥലത്ത് കൂടുതലും ഓൺ ഗ്രിഡ് ആണോ ഹൈബ്രിഡ് ആണോ നിങ്ങൾ കൂടുതലും പ്രിഫർ ചെയ്യുക? ഹൈബ്രിഡ് നമ്മൾ ഒരു കസ്റ്റമറിൻ്റെ അടുത്ത് നമ്മൾ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയവരോട് നമ്മൾ പ്രിഫർ ചെയ്യാറുള്ളൂ. കാരണം ഒരു 40% ഹയർ കോസ്റ്റ് എന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി എല്ലാവർക്കും അഫോർഡബിൾ അല്ല. അതെ. അതായത് ഇപ്പോഴത്തെ ഇതനുസരിച്ച് ഒരു വീട് പണിത് അതിന്റെ ലോൺ പിന്നെ അതിന്റെ മേളിൽ വേറെ സംഭവം എന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് മിക്കവാറും ഒരു 40% പറഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലാവും. ഞാൻ പറഞ്ഞാൽ എൻ്റെ ഫിസിക്കലായിട്ട് ഞാൻ എമൗണ്ട് പറഞ്ഞുതരാം. ഓക്കെ. 3 കിലോവാട്ട് നമ്മൾ 5 കിലോവാട്ട് 3 ലക്ഷം രൂപയ്ക്ക് നമ്മൾ 5 കിലോവാട്ട് ചെയ്യുന്ന സ്ഥലത്ത് 4 ലക്ഷം രൂപ വരും നമ്മൾ ഹൈബ്രിഡ് ചെയ്യുമ്പോൾ. ഓക്കെ.
അത്രയും മാറ്റം വന്നു, ഡിഫറൻസ് വന്നു. അതെ, അതൊരു കസ്റ്റമറെ സംബന്ധിച്ച് അഫോർഡബിൾ അല്ല. അപ്പോൾ നമ്മൾ ഹൈബ്രിഡ് അത്രയ്ക്ക് ആവശ്യമുള്ളവർക്ക് മാത്രമേ പ്രിഫർ ചെയ്യാറുള്ളൂ. പിന്നെ അത് ആവശ്യപ്പെട്ട് വരുന്നവരുണ്ട് ഹൈബ്രിഡ് തന്നെ മതി എന്ന് പറഞ്ഞിട്ട്, അപ്പോൾ നമ്മൾ പ്രിഫർ ചെയ്യാറുള്ളൂ. ഓൺ ഗ്രിഡ് ചെയ്താലും ഹൈബ്രിഡ് ചെയ്താലും ഓൾമോസ്റ്റ് സെയിം എഫക്റ്റാണ് നമുക്ക് EV ഉള്ളവർക്കും. EV ഉള്ളവർ മിനിമം ഒരു 5 കിലോട്ടെങ്കിലും ചെയ്യണം. കാരണം നമ്മളൊരു ആവറേജ് 30 യൂണിറ്റ്സ് പെർ ഒരു 10 ഡേയ്സ് ചാർജ് ചെയ്യുന്ന വെക്കാം. നമുക്ക് ഒരു മാസത്തിൽ 10 ദിവസം നമ്മൾ വണ്ടി ചാർജ് ചെയ്യുന്ന വെക്കാം, നമ്മളെ വണ്ടിയുടെ അനുസരിച്ച് യൂസേജ് അനുസരിച്ച് ഒരു 30 യൂണിറ്റ്സ് നമുക്ക് പ്ലാൻ ചെയ്യാം. അപ്പോൾ 30 × 10 300 യൂണിറ്റ്സ് അപ്പോൾ തന്നെയായി. പിന്നെ വീട്ടിൽ അതർ യൂണിറ്റ്സ് ഉണ്ട്. അപ്പോൾ 5 കിലോട്ടിലാണ് നമുക്കത് കേട്ടില്ല. അപ്പോൾ അങ്ങനെയൊക്കെ സ്ഥലത്ത് 5 കിലോവാട്ടിന് മിനിമം 5 കിലോട്ട് പറയാം. നമുക്ക് ആവറേജ് 7.5 കിലോവാട്ട് ഒക്കെ ആണെങ്കിൽ ഒരു അപ്ലിക്കബിൾ എന്ന് പറയാൻ പറ്റും. ഓക്കെ. അപ്പോൾ അടുത്തൊരു ക്വസ്റ്റ്യൻ വെച്ചാൽ നമുക്ക് ആവറേജ് ഇപ്പോൾ ഒരു 5 കിലോവാട്ട് നമുക്ക് എടുക്കാം. ഈ 5 കിലോവാട്ടിന് ആവറേജ് എത്ര ഏരിയ കവർ ചെയ്യും വീട്ടിൽ? അതായത് കവർ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ പാനൽ വെക്കുന്ന ഏരിയ ആയിട്ട് ഞാൻ ചില വീടുകളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കൂടുതൽ നമ്മുടെ നാട്ടിൽ ഒന്നില്ലെങ്കിൽ ഈ പറഞ്ഞ കണ്ടംപററി സ്റ്റൈലും അല്ലെങ്കിൽ കൊളോണിയൽ സ്റ്റൈല. ഈ കൊളോണിയൽ ഈ ചരിഞ്ഞ റൂഫുകൾ വരുന്ന സ്ഥലത്ത് ഈ സ്ട്രക്ചറിങ് കോസ്റ്റ് കൂടുന്നു വിചാരിച്ചിട്ട്, അല്ലെങ്കിൽ ആ കാണുന്ന വിസിബിലിറ്റിക്ക് ഒരു ഭംഗിയുടെ ഇഷ്യൂ പറഞ്ഞിട്ട് പലരും ഇതിന് മടിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഞാൻ ചോദിക്കുന്നത് ആവറേജ് എത്ര ഏരിയ കവർ ചെയ്യേണ്ടി വരും? ഇതൊരു 5 കിലോവാട്ട് എന്ന് പറയുമ്പോൾ ഒരു 260 സ്ക്വയർ ഫീറ്റ് ആണ് വരുന്നത്. 260 ഒരു ഉദ്ദേശം ആവറേജ്. പക്ഷെ അവിടെ ഈ പറഞ്ഞൊരു പോയിന്റ് എനിക്ക് ഹൈലൈറ്റ് ചെയ്യാനുണ്ട്. നമ്മുടെ മിക്ക വീടുകളും ഇപ്പം ഒരു വീടിൻ്റെ ഭംഗിക്ക് വേണ്ടിയിട്ട് ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെയാണ് എല്ലാവരും ഡിസൈൻ ചെയ്യുന്നത്. അവിടെ സോളാർ വയ്ക്കുമ്പോൾ എപ്പോഴും ഓൾഡ് ഡിസൈൻ ആയിരിക്കും. സോളാർ എപ്പോഴും അതിന് ഓപ്പോസിറ്റ് ആയിരിക്കും ഡിസൈൻ. അതിന് ലിമിറ്റേഷൻ ഉണ്ട്. അവിടെയാണ് നമ്മുടെ മൈക്രോ ഇൻവെർട്ടേഴ്സിന് ഇമ്പോർട്ടൻസ് വരുന്നത്. മൈക്രോ ഇൻവെർട്ടേഴ്സിന് ഡയറക്ഷൻസ് ഒരു മാൻഡേറ്ററി അല്ല, ചെരുവ് ഒരു മാൻഡേറ്ററി അല്ല, ആംഗിൾ ഒരു മാൻഡേറ്ററി അല്ല. ഏത് ആംഗിളിലും വെക്കാം, ഏത് ഡയറക്ഷനിലും വെക്കാം. മെയിൻ ഗുണങ്ങൾ. അപ്പോൾ നമുക്ക് മൾട്ടിപ്പിൾ ആംഗിളിൽ ഒരു സ്ഥലത്ത് തന്നെ ഒരേ ലൊക്കേഷനിൽ മൾട്ടിപ്പിൾ ആംഗിളിൽ നമുക്ക് ഇത് വെക്കാൻ പറ്റും മൈക്രോ ഇൻവെർട്ടേഴ്സ്. അത് ഇതിൽ വലിയ. അപ്പോൾ ഞാൻ കൂടുതൽ വർക്ക് ചെയ്യുന്ന ആർക്കിടെക്ട്സിൻ്റെ കൂടെയാണ്. ആർക്കിടെക്ട്സിൻ്റെ എല്ലാം മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതാണ് വീടിന്റെ എസ്തെറ്റിക് ഒരു വീടിന്റെ ഭംഗി എന്ന് പറഞ്ഞാൽ. എനിക്കറിയില്ല, ഒരു കസ്റ്റമർ ഉണ്ട്, പുള്ളി എന്നോട് പറഞ്ഞിട്ട് അവനെന്ത് എനിക്ക് സോളാർ വെക്കാന്നുണ്ട്, പക്ഷേ എൻ്റെ വീടിന്റെ ഭംഗി എൻ്റെ ഇപ്പോൾ. കാരണം വെച്ചാൽ ഒരു ഇൻഡിപെൻഡൻസ് സ്ട്രക്ചർ മോർ ദാൻ 4000 സ്ക്വയർ ഫീറ്റ് ഏരിയ ഉണ്ട്. പക്ഷേ പുള്ളിക്ക് ചെയ്യണം ഭയങ്കര അതിയായ ആഗ്രഹമുണ്ട്. പുള്ളി വളരെ ഇഷ്ടപ്പെട്ട് ചെയ്തതാണ്. എനിക്കറിയുന്നതാണ്, ഒരു നമ്മളൊരു കസ്റ്റമറാണ്, ഡോക്ടറാണ്. പുള്ളി എന്നോട് പറഞ്ഞാൽ ആ വീടിന്റെ ഭംഗി പോകുന്നു പറഞ്ഞിട്ടാണ് ഞാൻ ചെയ്യാണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ളവരെ ഞങ്ങളുടെ അടുത്തേക്ക് വിടുക. അല്ല, ഞാൻ റെഫർ ചെയ്യുന്നുണ്ട്. മൾട്ടിപ്പിൾ ആംഗിളിൽ നമുക്ക് മൈക്രോ ഇൻവെർട്ടേഴ്സ് നമുക്ക് ചെയ്യാൻ പറ്റും. അതാണ് മൈക്രോ ഇൻവെർട്ടർ ഏറ്റവും വലിയ ഗുണം. അത് ഒരു നമുക്ക് ഞങ്ങൾ ഒത്തിരി ഫേസ് ചെയ്തായിരുന്നു ഇഷ്യൂ. ആ സമയങ്ങളിൽ നോർമൽ ഇൻവെർട്ടേഴ്സ് നമ്മൾ രണ്ടും ചെയ്യുന്നുണ്ട്. നോർമൽ ഇൻവെർട്ടേഴ്സ് ചെയ്യുന്നുണ്ട്, മൈക്രോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ പുതിയ വീട് പണിത് കഴിയുമ്പോൾ എൻ്റെ ഭംഗിനെയൊക്കെ ബാധിക്കുന്നു പറയുമ്പോൾ നമ്മൾ ഇത് സജസ്റ്റ് ചെയ്യും. അപ്പോൾ അവർ ആർക്കിടെക്ട്സ് ഹാപ്പിയാണ്, കസ്റ്റമേഴ്സും ഹാപ്പിയാണ്.